പത്തനംതിട്ട ചെന്നീർക്കര സ്നേഹത്തണൽ വൃദ്ധസദനത്തിൽ കുട്ടികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ മുഴുവൻ പ്രതികളും പോലീസിന്റെ പിടിയിൽ. കേസെടുത്ത് 4-ാം ദിവസമാണ് പ്രതികളെ പിടികൂടിയത്. സംഭവത്തിൽ സ്ഥാപനത്തിലെ ജീവനക്കാരായ റെജി, സിജോ, ബെന്നി എന്നിവരാണ് അറസ്റ്റിലായത്. കേസെടുത്ത് 4 നാൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടുന്നില്ല എന്ന് ആക്ഷേപമുയർന്നിരുന്നു. കട്ടപ്പന അണക്കര സ്വദേശിയായ 17-കാരന്റെ പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത്. പോലീസ് പിടികൂടുമെന്ന് ഉറപ്പായതോടുകൂടി 3 പ്രതികളും 4 ദിവസമായി ഒളിവിലായിരുന്നു. പല സ്ഥലങ്ങളിലും പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ പ്രതി ചേർക്കപ്പെട്ട 3 പ്രതികളെയും ഇലവന്തിട്ട പോലീസ് ഇന്ന് ഉച്ചയോടെയാണ് അറസ്റ്റ് ചെയ്തത്. മുൻകൂർ ജാമ്യത്തിനായി അഭിഭാഷകരെ കാണാനായി പത്തനംതിട്ട നഗരത്തിലെത്തിയപ്പോഴാണ് പ്രതികൾ പോലീസിന്റെ വലയിലായത്. പത്തനംതിട്ട ചെന്നീർക്കരയിൽ പ്രവർത്തിക്കുന്ന സ്നേഹത്തണൽ എന്ന വൃദ്ധസദനത്തിന്റെ മാനേജരായ റെജി സോളമൻ, ജീവനക്കാരായ സിജോ കുഞ്ഞുമോൻ, ബെന്നി ബാബു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതികളിൽ ഒരാളായ സിജോ കുഞ്ഞുമോൻ മറ്റ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും പരാതി ഉയർന്നിരുന്നു. മറ്റൊരു സ്റ്റേഷൻ പരിധിയിൽ തട്ടിപ്പ് കേസിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസും വ്യക്തമാക്കി. പ്രതികളെ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കിയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. അതേസമയം ഏലോഹിം വർഷിപ്പ് സെന്ററിന്റെയും വൃദ്ധസദനത്തിന്റെയും നടത്തിപ്പുകാരനായ ബിനു വാഴമുട്ടം പാസ്റ്റർ നടത്താനിരുന്ന വാർത്താ സമ്മേളനം ഒഴിവാക്കി. പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ ഇന്ന് രാവിലെ 11:30 നടത്താനിരുന്ന വാർത്താ സമ്മേളനമാണ് ഒഴിവാക്കിയത്. പ്രതിഷേധവുമായി രാഷ്ട്രീയ പാർട്ടികൾ പ്രസ് ക്ലബ്ബിന് മുന്നിലേക്ക് എത്തിയിരുന്നു. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട പ്രസ് ക്ലബ്ബിന് മുന്നിലേക്ക് പോലീസും എത്തിയിരുന്നു. ഇതേ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് തന്നെയാണ് പാസ്റ്റർ ബിനു വാഴമുട്ടം തന്റെ വാർത്താ സമ്മേളനം ഒഴിവാക്കിയതും. എന്നാൽ പാസ്റ്ററിനോട് ചേർന്ന വൃത്തങ്ങൾ പറയുന്നത് നിയമ തടസ്സമുണ്ടെന്നാണ് വാർത്താ സമ്മേളനം നടത്താൻ. ജിബിനൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.